ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഗെയിം ചേഞ്ചർ എന്ന പടത്തിൻ്റെ ഭാഗമായിട്ട് രാംചരൻ്റെ വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. 256 അടി വരുന്ന ഒരു കട്ടൗട്ട്. പക്ഷേ കട്ടൗട്ടിന് വെച്ചുള്ള ഫോട്ടോ ഒക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പടത്തിലത്തെ ജാർഖണ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 50 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. പിന്നെ KMK കുഴിന്തൈകൾ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയത്, അത് 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. പിന്നെ കിച്ചാസ് ദ്വീപിൻ്റെ മാക്സ് എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു. പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പടം 50 കോടി നേടി എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ പുഷ്പ 2 എന്ന് പറഞ്ഞ പടത്തിന് ഹിന്ദിയിൽ നിന്ന് മാത്രം 770.25 കോടി നേടാൻ സാധിച്ചിട്ടുണ്ട് 25 ദിവസം കൊണ്ട് നല്ല അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ KD എന്ന് പറഞ്ഞ പടത്തിൻ്റെ ശിവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 25 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നത്. പിന്നെ ബാപ്പു എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ OST അല്ലെങ്കിൽ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുറത്തിറക്കിയിരിക്കുകയാണ്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രീ ലോഞ്ച് ഇവന്റ് അല്ലെങ്കിൽ പ്രീ റിലീസ് ഇവന്റ് പോലെ 29 3 സ്ഥലത്ത് നടക്കുന്നു പറഞ്ഞാൽ 3 സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് കിട്ടി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വണങ്ങാൻ എന്ന് പറഞ്ഞ പടത്തിന് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പടം ജനുവരി 10 2025 പുറത്തിറങ്ങുന്നത്, എന്നുവെച്ചാൽ അടുത്ത മാസം 10 അത് അറിയിച്ചുകൊണ്ടാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. ടീച്ചറിന്റെ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. ജനുവരി 3 പുറത്തിറക്കുക. പിന്നെ സംക്രാന്തി വസ്തുന എന്ന് പറഞ്ഞ പടത്തിലത്തെ പൊങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ പടത്തിലത്തെ സ്വാതി റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അതുമാതിരി ട്രെൻഡിങ്ങിലൊക്കെയാണ് യൂട്യൂബിൽ. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് പ്രീതി മുകുന്ദന്റെ പേര് നമാലി എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ സൂര്യൻ ജ്യോതിക്കും കൂടിയിട്ടുള്ള ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദാവിദ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ജസ്റ്റ് കുക്കുവിന്റെ പേര് സഫ എന്നുള്ള അറിയിച്ചുകൊണ്ട് കുറച്ച് മുന്നേ പോസ്റ്റർ വന്നിരുന്നു, ബർത്ത്ഡേ ആയിട്ട്. എന്തായാലും ഇപ്പോൾ അടുത്ത പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിൽ ആന്റണി വർഗീസ് പപ്പയും ജസ്റ്റ് കുക്കും കൂടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. എന്തായാലും ഇതിനും അറിയിച്ചിട്ടുണ്ട് ആളുടെ പേര് സഫ എന്നുള്ളതാണ്. പിന്നെ ശ്രീകൃഷ്ണ പ്രൊഡക്ഷൻസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 ഫസ്റ്റ് ലുക്ക് വരാൻ പോവാണ്. ജനുവരി 2 6 മണിക്ക് നിതിലും സ്വാമിനാഥനായിരിക്കും പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് റിവീൽ ചെയ്യുക. പിന്നെ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്, ജാക്കി ചാന്റെ. ഓൾറെഡി പുറത്തിറങ്ങിയാണ്, ഇന്ത്യയിൽ ജനുവരി 3 പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിന്റെ 4 ഡേയ്സ് ഒക്കെ പോസ്റ്റർ വന്നു. പിന്നെ ഫത്ത് എന്ന് പറഞ്ഞിട്ട് സോനു സൂട്ട് എടുക്കുന്ന പടം ആൾ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിന്റെ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ പടത്തിലത്തെ കൂർഗ് വെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങി. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു ഹിന്ദിയിൽ. എന്തായാലും പടത്തിന് നല്ല ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് മാർക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. 500 കൂടുതൽ സ്ക്രീൻഷിലായിട്ടുണ്ട് ഇപ്പോൾ മാർക്ക് എന്ന് പറഞ്ഞാൽ. ഏകദേശം 1000 അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷിന്റെ എണ്ണം. പടത്തിന്റെ തമിഴ് റിലീസ് ജനുവരി 3 ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി തെലുങ്ക് റിലീസ് ജനുവരി 1 എന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഹിന്ദിയിൽ നിന്ന് മാത്രം 1.01 കോടിയാണ് 10ാമത്തെ ദിവസം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 2.36 കോടിയോളം ഗ്രോസ് കളക്ഷൻ ആയിട്ടുണ്ട് പടത്തിന്റെ 10 ദിവസം കൊണ്ട്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ കളക്ഷൻ 10 ദിവസത്തെ 34.37 കോടിയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 6.8 കോടികളാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ 67.87 കോടികളാണ് 10 ദിവസം കൊണ്ട് നേടാൻ സാധിച്ചിട്ടുള്ള പടത്തിന്. എന്തായാലും 100 കോടി എത്തുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പടത്തിന്റെ ഒരു സക്സസ് ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ട്രെയിലറായിട്ട് ഞാൻ തോന്നിയത്. കാണാത്തവരുടെ ഗസ്റ്റ് കണ്ടു നോക്കുക. പിന്നെ സുരേഷ് ഗോപുരം ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നവംബർ 29 തുടങ്ങും. അത് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് ഒരു ജയിലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ആളവിടെ എത്തിൻ്റെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് വിജയ് സേതുപതി നായകനായി എത്തുന്ന ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ്കിൻ എടുക്കുന്ന പടം. അവിടുത്തെ ഇനി ലാസ്റ്റ് ഷെഡ്യൂൾ മാത്രം പെൻഡിങ് ഉള്ളൂ, അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷനാണ് ഇനി ഷൂട്ടിങ് ചെയ്യാനും ബാക്കിയുള്ള എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അത് ഇപ്പോൾ അടുത്ത് തന്നെ തുടങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ജയിലറിന്റെ 2ാം ഭാഗം വരുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പേര് ഹുക്കും എന്നുള്ളതായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ ഈ പടത്തിൽ ശ്രീനിധി ഷെട്ടി ഒരു മെയിൻ കഥാപാത്രം എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. റൂമറാണ്, പക്ഷേ മിക്കവാറും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ബറോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ 5 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ കളക്ഷൻ 1.30 കോടിയാണ്. കേരളത്തിലത്തെ കളക്ഷൻ 8.82 കോടിയാണ്. പടം ഡിസാസ്റ്ററിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജീത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുണ്ടെന്ന് പറഞ്ഞു അടുത്തായിട്ട്. അത് ദൃശ്യം 3 എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ആയ കാര്യം തന്നെയാണ്. പക്ഷെ അത് കൂടാതെ വേറൊരു പടം കൂടി വരുന്നത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശാന്തി മായാദേവി എഴുതിയിട്ട് ജീത്തു ജോസഫ് ഡയറക്ഷൻ ചെയ്യുന്ന പടം. അത് നേര് 2 ആയിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതെ ഇരിക്കാം. എന്തായാലും നേര് 2 ആവും തന്നെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ തലവതി ക്രിസ്റ്റീന എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഡിസംബർ 31 എന്ന് വെച്ചാൽ നാളെ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ അവർ കൺഫേം ചെയ്തിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഇട്ടിട്ടൊന്നുമില്ല. എന്തായാലും സെക്കൻഡ് ലുക്ക് ജനുവരി 1 ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. പടത്തിന്റെ ടൈറ്റിൽ സംഭവം എന്നുള്ളതായിരിക്കും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ 3rd ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1st വീക്കിലൊക്കെ ആയിട്ടാണ്. എന്തായാലും ഫസ്റ്റ് ലുക്ക് വരുന്നുണ്ട് വെച്ചാൽ നാളെ തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ 31 വന്നില്ലെങ്കിൽ 1 എന്തായാലും വരേണ്ട സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ അവർ ഇറക്കൂല എന്നുള്ള അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ലിയോ എന്ന് പറഞ്ഞ പടത്തിന്റെ OST കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഈ ന്യൂ ഇയറിന് ഉണ്ടാവും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. അതിനും ചാൻസ് കുറവൊക്കെ ഉണ്ട്, കാരണം കുറേ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.